നെയ്യാറ്റിൻകര ജില്ലാ ജനറൽ ആശുപത്രിയിൽ രോഗി കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ ആരോപണ വിധേയനായ സുരക്ഷാ ജീവനക്കാരനെ ജോലിയിൽ നിന്ന് മാറ്റി. ബന്ധുക്കൾ പരാതി ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ ഈ തീരുമാനം. വിവരങ്ങളുമായി MS വീണ ചേരുന്നു. വീണ, നെയ്യാറ്റിൻകരയിലാണ് ഇപ്പോൾ ബന്ധുക്കളുടെ പരാതിയെ തുടർന്നാണല്ലോ ജില്ലാ ജനറൽ ആശുപത്രിയിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. രോഗി കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ ആരോപണ വിധേയനായ സുരക്ഷാ ജീവനക്കാരനെ മാറ്റി നിർത്തുന്ന സംഭവം. കൂടുതൽ വിവരങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് നെയ്യാറ്റിൻകര സ്വദേശിനിയായ 52 വയസ്സുകാരൻ രാജേഷ് ആശുപത്രിയിൽ ചികിത്സ തേടി എത്തുന്നത്. ക്യൂവിൽ നിൽക്കാൻ ഈ സുരക്ഷാ ജീവനക്കാരൻ ആവശ്യപ്പെടുകയായിരുന്നു. തനിക്ക് അവശതകളുണ്ട്, ക്യൂവിൽ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും സെക്യൂരിറ്റിക്കാരൻ ഡോക്ടറെ കാണുവാനുള്ള അനുമതി നൽകില്ല. ക്യൂ നിന്ന് ഡോക്ടറെ കണ്ടാൽ മതി എന്ന് നിർദ്ദേശിക്കുകയായിരുന്നു. തുടർന്ന് ക്യൂ നിൽക്കുന്ന അരമണിക്കൂറോളം നിന്നതിന് ശേഷം ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും തുടർന്ന് കുഴഞ്ഞു വീഴുകയുമായിരുന്നു. പിന്നാലെ മരണം സംഭവിക്കുകയായിരുന്നു. തുടർന്ന് വീട്ടുകാരുടെ ഭാഗത്തുനിന്നും ബന്ധുക്കളുടെ ഭാഗത്തുനിന്നും ഒക്കെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയരുകയും മൃതദേഹം ഏറ്റുവാങ്ങാൻ തയ്യാറാകില്ലെന്നടക്കം അറിയിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇതിനുശേഷം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നടക്കം ഇടപെടൽ ഉണ്ടാവുകയും വാർത്ത പുറം ലോകം അറിയുകയും ചെയ്തു. തുടർന്നാണ് ഈ ഒരു ചികിത്സ വൈകിപ്പിച്ചതാണ് ഈ 52കാരന്റെ ജീവൻ പൊലിയാൻ കാരണമാണെന്നുള്ള വിമർശനങ്ങൾ ശക്തമായതിന് പിന്നാലെയും കുടുംബം പരാതി നൽകിയതിന് പിന്നാലെയുമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നടപടി എടുത്തിരിക്കുന്നത്. ഈ സുരക്ഷാ ജീവനക്കാരനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുകയാണെന്നുള്ളൊരു അറിയിപ്പാണ് ഇപ്പോൾ ആരോഗ്യ വിഭാഗത്തിൽ നിന്ന്, ആരോഗ്യ വകുപ്പിൽ നിന്ന് പുറത്തു വരുന്നത്. മാത്രമല്ല, ഒരു സമിതിയെ രൂപീകരിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്ന് കൂടി ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട്. ആരോഗ്യവകുപ്പ് ഡയറക്ടർ നിയോഗിച്ച വിദഗ്ധ സംഘം ആശുപത്രിയിൽ സന്ദർശിച്ച് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും ഉടൻ അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. വൈകാതെ തന്നെ റിപ്പോർട്ട് വന്നതിന് ശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നാണ് വാർത്താക്കുറിപ്പിലൂടെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചിരിക്കുന്നത്. വിനോദ്.